ഇന്ന് നമുക്കൊരു ഹോട്ടൽ ആര്യ സ്റ്റൈൽ പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കിയാലോ? നമ്മളിതിലേക്ക് ഓവറായിട്ട് ഒരു സ്പൈസസും ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഞാനിത് കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻ യൂസ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും ചേർക്കാം. കടുക് കുറച്ച് കൂടുതൽ ചേർക്കാം, എന്നാലേ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇടാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. ഇനി ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത് ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് വേവിക്കുന്നുണ്ട്. സോ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. ഈ പൊട്ടാറ്റോസും അതുപോലെ തന്നെ ഓണിയൻസും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അതൊരു ടിപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. റോസ്റ്റ് പോലൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. കണ്ടില്ലേ, നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പൊട്ടാറ്റോസ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല, ഗരം മസാലയോ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പം നമുക്ക് കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ താളിപ്പ് ഇതിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ വെച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കുമ്പോൾ ഇതിലേക്ക് ഉള്ളിയൊന്നും ആഡ് ചെയ്യരുത്, നമ്മുടെ ബാജിയുടെ ടേസ്റ്റേ മാറും. അങ്ങനെ നമ്മുടെ ഒതൻറ്റിക് പൊട്ടാറ്റോ ബാജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൂരിയുടെ കൂടെയും പ്ലെയിൻ ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ റെസിപ്പീസ്.